6.5 പതിറ്റാണ്ട് കാലങ്ങളിലെ ഹോസ്റ്റൽ ഓർമ്മകളെ ഓളങ്ങളാക്കി ഇസ്ലാഹിയ ഹോസ്റ്റൽ പൂർവ്വ വിദ്യാർത്ഥികൾ കലാലയമുറ്റത്ത് വീണ്ടും ഒത്തുകൂടി. ഒരു കാലത്ത് ഒരേ ഹോസ്റ്റലിന്റെ ഇടനാഴികളിലൂടെ സഞ്ചരിച്ചവർ, ഒരേ മുറ്റത്ത് ഓടിച്ചാടി കളിച്ചവർ, ഒരേ ക്ലാസ് മുറികളിൽ വിജ്ഞാനത്തിന്റെ സുന്ദരവും ആഴത്തിലുമുള്ള ഒത്തിരി പാഠങ്ങൾ നുകർന്നവർ. കാലം അവരെ പല വഴികളിലായി കൊണ്ടുപോയെങ്കിലും ഓർമ്മകളുടെ ആ പഴയ തണൽ ഇന്നും മായാതെ നിൽക്കുന്ന സംഭവങ്ങൾ പരസ്പരം പങ്കിട്ടത് ഇതാകട്ടെ ഓരോരുത്തർക്കും ഗൃഹാതുരത്വത്തിന്റെ പുനർജന്മാനുഭവ സാക്ഷ്യമായി. കാലം കടന്നുപോയ ഇത്തരം ഓർമ്മകൾക്ക് വീണ്ടും ജീവൻ പകരാൻ ഇസ്ലാഹിയ സംഗമവേദി ഒരുക്കിയത്. ചേന്ദമംഗളൂർ ഇസ്ലാഹിയ അസോസിയേഷന്റെ കീഴിൽ പ്രവർത്തിച്ച ഇസ്ലാഹിയ ഹോസ്റ്റലിൽ താമസിച്ച് UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തുടങ്ങി വിവിധ സ്കൂളുകളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിനികൾ സംഗമം കഴിഞ്ഞ് കലാലയമുറ്റത്തോട് വൈകിട്ട് വിട പറയുമ്പോൾ മറക്കാനാവാത്തതായി. ജീവിതത്തിന്റെ പല മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും പഴയ വിദ്യാലയമുറ്റത്തെത്തുമ്പോൾ അതൊരു സാധാരണ സംഗമത്തിനപ്പുറം ഒരു വിദ്യാഭ്യാസ പാരമ്പര്യത്തിന്റെ തിരിച്ചുവരവായി മാറി. വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പഠിച്ചവരാണെങ്കിലും അവരെ ബന്ധിപ്പിക്കുന്നത് ഒരേ ഹോസ്റ്റൽ ജീവിതത്തിന്റെ അനുഭവങ്ങളും സൗഹൃദങ്ങളുമാണ്. CK കാസിം MLA ഉദ്ഘാടനം ചെയ്തു. വിദേശ കലാലയങ്ങളിലെ സിലബസുകൾ സംസ്ഥാന കലാലയങ്ങളിലും ആവിഷ്കരിച്ച് അടുത്ത വർഷം സർക്കാർ നടപ്പിലാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടിച്ചേരൽ നമ്മുടെ ഈ കലാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ്. കുറേ വർഷങ്ങൾ ഈ മേഖലയിൽ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പഠിച്ച് ഒരു കുടുംബം പോലെ ജീവിച്ച് പിന്നീട് വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് തിരിച്ചു പോവുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധങ്ങളായ ജോലികളിലും സംരംഭങ്ങളിലും സാമൂഹ്യ മാധ്യമ മറ്റ് പ്രവർത്തനങ്ങളിലുമൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇത്തരമൊരു ദിവസം ലഭ്യമായപ്പോൾ ഇവിടേക്ക് ഓടിയെത്താനുള്ള ആഗ്രഹം കൊണ്ട് അവരുടെ ആ പ്രവർത്തന പദങ്ങളിൽ നിന്നെല്ലാം ലീവ് നൽകിക്കൊണ്ട് ഇവിടേക്ക് ഓടിയെത്തിയത് ഏറ്റവും സന്തോഷകരമായ ഈ സുദിനം ആഘോഷിക്കാനാണ്. ഇസ്ലാഹിയ സ്ഥാപനങ്ങളെക്കുറിച്ച് ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്നത് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒരുമിച്ച് കൊണ്ടുപോകാൻ നമ്മളിപ്പോൾ ആലങ്കാരികമായി പറയുന്ന സമന്വയ വിദ്യാഭ്യാസം എന്ന കാഴ്ചപ്പാടിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു കലാലയമാണ് ഈ ചേന്ദമംഗളൂരിലെ ഇസ്ലാഹിയ കലാലയങ്ങൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇസ്ലാഹിയ അസോസിയേഷൻ അഡ്വൈസറി കൗൺസിൽ ചെയർമാനും മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്ററുമായ O. അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ഫൈസൽ പൈങ്ങോട്ടായി, ജമാഅത്തെ ഇസ്ലാമി കൂടിയാലോചനാ സമിതി അംഗം PV റഹ്മാബി ടീച്ചർ, കൂട്ടിൽ മുഹമ്മദ് അലി, വാർഡ് കൗൺസിലർമാരായ V. ബെനൂജ, ഷഫീഖ് മാടായി, ജസീല അസീസ്, ഫാത്തിമ ബെന്ന, സഫിയ റഷീദ്, ഇസ്ലാഹിയ അസോസിയേഷൻ പ്രസിഡന്റ് K. സുബൈർ, ട്രഷറർ PK അബ്ദുറസാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പൂർവ്വകാല അധ്യാപിക ആസിയ ടീച്ചറെ O. അബ്ദുറഹിമാനും TK അബൂബക്കറിനെ KV സക്കീർ എന്നിവർ ആദരിച്ചു. രണ്ടാം സെക്ഷനിൽ നടന്ന ആദരവും അനുസ്മരണവും നടത്തി. VKP ഇസ്മായിൽ ഹാജി അധ്യക്ഷത വഹിച്ചു. K. മുഹമ്മദ് കുട്ടി അനുസ്മരണ പ്രഭാഷണം നടത്തി. പൂർവ്വകാല വാർഡർമാർക്കും ജീവനക്കാരെയും ആദരിച്ചു. മുട്ടിപ്പാട്ട് അരങ്ങേറി. ഓർമ്മകൾ, അനുഭവങ്ങൾ അവതരിപ്പിച്ചു. സ്വാഗത സംഘം കൺവീനർ കൗൺസിലറുമായ AP മുഹമ്മദ് നസീം സമാപന പ്രഭാഷണം നടത്തി. UP ജബാട്ടിയുടെ മുമ്പേ നടന്നവരെന്ന പേരിൽ നാട്ടിൽ മരിച്ചുപോയവരുടെ ആൽബം പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു. ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ്, മുക്കം.